അന്നന്ന് ചെയ്യേണ്ട പണി അന്നന്ന് ചെയ്യണം, അല്ലെങ്കിൽ അത് പണിയാവുമെന്ന് കേരളത്തിലെ കോൺഗ്രസിന് ഇപ്പോൾ ബോധ്യം വന്നിട്ടുണ്ടാകും. ആരോപണം നേരിട്ടപ്പോൾ തന്നെ നടപടിയെടുത്തു എന്ന മുദ്രാവാക്യമാണ് കോൺഗ്രസ് കേരളത്തിലാകെ പാടി നടക്കുന്നത്. ഇത് വസ്തുതപരമായി ശരിയല്ല. രാഹുൽ മാങ്കൂട്ടം എന്ന പെർവേർട്ടിനെ, സൈക്കോപാത്തിനെ കേരളത്തിൽ അരങ്ങുവാഴാൻ അവസരം കൊടുക്കുമ്പോൾ തന്നെ അയാളെക്കുറിച്ച് വ്യക്തമായ ധാരണ കോൺഗ്രസിൽ പലർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഹെഡ്മാഷുടെ അടക്കം പിടിവാശി ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ ലൈംഗിക രാഷ്ട്രീയ ദുരന്തമായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു ജനകീയ സമരത്തിന്റെ മുന്നണി പോരാളിയായിട്ടൊന്നും ഈ മാങ്കൂട്ടത്തിനെ കാണാൻ പറ്റില്ല. ഡൽഹിയിൽ പഠനകാലത്ത് NSUവിന്റെ ഭാഗമായി ഉണ്ടായ ഇയാൾക്കെതിരെ ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജ് മുതലേ സ്ത്രീ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി നയിക്കുന്ന A ഗ്രൂപ്പിന്റെ യുവജന നേതാവ് ഷാഫി പറമ്പിൽ ഈ പെർവേർട്ടിന്റെ പേര് അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നു. ഉമ്മൻചാണ്ടി പേര് കേട്ടപ്പോൾ തന്നെ നോ പറയുന്നു. ഉമ്മൻചാണ്ടിക്ക് മാങ്കൂട്ടത്തിനെ പറ്റി നല്ല ധാരണയുണ്ടായിരുന്നു. സെന്റ് സ്റ്റീഫൻസിലെ വിഷയമടക്കം എല്ലാം. ഉമ്മൻചാണ്ടിയുടെ അവസാന കാലങ്ങളിൽ സ്വന്തം ഗുരുവിനെ തള്ളി ഷാഫി പറമ്പിൽ വേറെ ഒരു ഗ്രൂപ്പായി ശക്തിപ്പെടുന്നു. ഉമ്മൻചാണ്ടിയുടെ തണലിൽ സകല രാഷ്ട്രീയ സൗഭാഗ്യങ്ങളും നേടിയെടുത്ത ശേഷമാണ് ഇനി ആ മനുഷ്യനിൽ നിന്നൊന്നും ലഭിക്കില്ല എന്നുറപ്പാക്കി ഷാഫി മറ്റൊരു പവർ ഗ്രൂപ്പായി മാറിയത്. ആ ഗ്രൂപ്പിന്റെ രണ്ടാം തുഴക്കാരനായിട്ടാണ് പെർവേർട്ടിനെ ഷാഫി അവരോധിച്ചത്. അപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടം അയാളുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ല. യൂത്ത് കോൺഗ്രസ് പുനർസംഘടനയാണ് ഈ പെർവേർട്ടിന് മൃഗസമാനമായ ആധിപത്യം നൽകിയത്. ഉമ്മൻചാണ്ടി ഷാഫിക്ക് ശേഷം മനസ്സിൽ കണ്ടത് JS അഖിലിനെയായിരുന്നു. കേരളത്തിൽ തന്നെ സമര സാന്നിധ്യമായി അറിയപ്പെടുന്ന യുവാവായിരുന്നു JS അഖിൽ. പക്ഷെ അവിടെയും ഷാഫി ഹൈജാക്ക് ഉണ്ടായി. വ്യാജ വോട്ടർ ID വരെ അടിച്ച് ആ പദവി രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകി. ഈ അധികാരം കൂടി ലഭിച്ചതോടെ തന്നെ ആരും ചോദ്യം ചെയ്യില്ല, താൻ എല്ലാത്തിനും അതീതനാണെന്ന ബോധ്യം പെർവേർട്ടിനെ വിഴുങ്ങി. അപ്പോഴാണ് മറ്റൊരവസരം ഇയാൾക്ക് വീണു കിട്ടുന്നത്. ഹെഡ്മാഷ് MP ആയപ്പോൾ ഒഴിവ് വന്ന പാലക്കാട് സീറ്റ് ഇയാൾക്ക് കിട്ടി. MLA ആയതോടെ ഇയാളുടെ ആത്മവിശ്വാസം 10 മടങ്ങായി. അപ്പോഴാണ് മറ്റൊരവസരം ഇയാൾക്ക് വീണു കിട്ടുന്നത്. ഹെഡ്മാഷ് MP ആയപ്പോൾ ഒഴിവ് വന്ന പാലക്കാട് സീറ്റ് ഇയാൾക്ക് കിട്ടി. MLA ആയതോടെ ഇയാളുടെ ആത്മവിശ്വാസം 10 മടങ്ങായി. ജനസേവനത്തിനു പകരം ഇരപിടിയനായി ഇയാൾക്ക് മാറ്റം വന്നു. അതിൽ പെൺകുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന സ്ത്രീകൾ വരെ ഒരു കൂട്ടം പേർ ഇരകളായി. ഇന്നിപ്പോൾ പരാതിയായി വന്നപ്പോൾ നടപടിയെടുത്തെന്ന് പറയുന്ന കോൺഗ്രസിന് തുടക്കത്തിലെ ഈ ജാഗ്രത ഉണ്ടായിരുന്നുവെങ്കിൽ ഈ അവസ്ഥയിലേക്ക് എത്തില്ലായിരുന്നു. അമിതമായി വന്ന അധികാരം അയാൾ ഉപയോഗിച്ചത് സ്വന്തം വൈകൃതം ഏത് വിധേനയും തീർക്കാനുള്ള വഴിയായിട്ടാണ്. ഇന്നിപ്പോൾ നിരവധി കുട്ടികൾ ചൂഷണ വിധേയരായി ജീവിതം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ഈ പെർവേർട്ടിനെ പന പോലെ വളർത്തിയ ഹെഡ്മാഷിനോ കോൺഗ്രസിനോ മറുപടികളില്ല. ഇങ്ങനെ ഒരു അധമന്റെ മേൽവിലാസം ചുമക്കാനുള്ള യോഗം കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ടായെന്ന് കാലം എക്കാലവും ഓർത്തുവെക്കും.